Praise God. കർത്താവിന് മഹത്വം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിച്ച് ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. The word of God grew and multiplied. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്ന് കൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം Let's ചെയ്യുകയാണ്. thank God for this wonderful word of the Lord. വളരെ ശക്തിയേറിയ ഒരു ദൈവിക ആലോചന ഈ വാക്യത്തിൽ നിന്ന് ദൈവാത്മാവിന് നമ്മോട് നൽകുവാനായിട്ടുണ്ട്. The Holy Spirit wants to give us a powerful message from this verse. തിരുവചനം വളരെ ശക്തിയുള്ളതാണ്. We know that the scripture of the Lord is powerful. വചനത്തിൻ്റെ ശക്തി വചനം വായിക്കുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ അത് വിടുതലാണ്. And we know that the power of the scripture is a blessing for the people who read the scripture, who preach the scripture, and who understands the scripture. ദൈവത്തിൻ്റെ വചനം ഏതാത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ തന്നെ തിരുവചനം നമ്മോട് വളരെ ഹൃദ്യമായി സംസാരിച്ചു And കൊണ്ടിരിക്കുകയാണ്. in the same sense that the word of the Lord is written, the Lord is speaking to us in that same manner. പാട്ടുകൾ പാടുമ്പോഴും ദൈവവചനമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And as we sing also, we proclaim the word of the Lord. ദൈവഭക്തന്മാർ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ എഴുതിയ പാട്ടുകളാണ്. And these are songs that we sing when holy people, they write based on their experiences with the അത് Lord. നാം പാടുമ്പോൾ അത് ദൈവവചനം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. And as we sing that, it is equivalent to us proclaiming the word of the Lord. ദൈവവചനത്തിന് മുമ്പിൽ ഒരു തടസ്സവുമില്ല. And in front of the scripture of the Lord and the word of the Lord, there is nothing that can hinder. ഒന്നിനും ദൈവവചനത്തെ തടയുവാൻ കഴിയത്തില്ല. Nothing can hinder the word of the Lord. അത് ഹോളിനകത്തായാലും ഭവനത്തിനകത്തായാലും റോഡ് സൈഡിലായാലും എവിടെയായിരുന്നാലും ദൈവവചനത്തിന് ഒരു മാധ്യമവും തടസ്സമായിട്ടില്ല. Irrespective of where we are and the medium of the word of God, that is not a hindrance for us to understand the scripture. ദൈവവചനത്തിന് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ. There is only one purpose to the word of God. ജനഹൃദയങ്ങളിലേക്ക് പകർന്ന് ചെല്ലണമെന്ന്. It has to get into the hearts of people. ഹൃദയങ്ങളെ അത് കീറിമുറിക്കണം. And it has to get inside the heart of people. ഹൃദയങ്ങളിൽ കർത്താവിനെ അത് കൊണ്ട് പാകണം. And this has to come and it has to sow in the hearts of people. അത് അവിടെ നിന്നും വളരണം. And then it has to sprout and grow. ഫലമുള്ളതായി മാറണം. And it has to be fruitful. അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്കാർക്കും ഗ്രഹിക്കാൻ കഴിയാത്തതിനപ്പുറമാണ്. And that is why we know that we cannot perceive the power of the scripture. വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. And we know that the word of the Lord is sharper than any two-edged sword. അത് ഹൃദയങ്ങളെയും അന്തേന്ദ്രിയങ്ങളെയും വിവേചിച്ച് തകർത്ത് അതിനെ മുറിച്ച് ഇന്ന് പകൽ നമ്മോട് ഇടപെടുവാനിടയായി. And it can pierce into our hearts and our soul and it can speak to us. ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വിവേചിക്കാൻ കഴിയുന്നതാണ് ദൈവവചനം. And this scripture can discern our mind, our soul and our body. അത് നമ്മുടെ ശരീരത്തിൽ വന്നാൽ നമ്മുടെ ശരീരത്തിൽ വിടുതൽ സംഭവിക്കും. And when it comes inside our body, we will receive the deliverance from the Lord. ദൈവവചനത്തിന് ശരീരത്തിലുള്ള രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയും. And the word of the Lord can heal the sickness in our അത് body. മനസ്സിലേക്കാ വരുന്നതെങ്കിൽ മനസ്സിൽ നാളുകളായി വ്യാപരിച്ചിരുന്ന മാനസിക ഭാരങ്ങൾ ആകുല ചിന്തകളെ അത് എടുത്തു മാറ്റുവാനിടയാകും. And if this word of God gets inside our mind, it can remove the anxieties that we അത് face in our mind. സന്ധിമജ്ജകളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആമേൻ ചലനമല്ലാത്ത കിടക്കുന്ന ഏതൊരു ബോഡിയെയും അതിന് ജീവിപ്പിക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ And വചനം. if this word of God enters inside our body, it will make our body move. അത് ആത്മാവിൽ വന്നു കഴിഞ്ഞാൽ ആത്മാവിൽ നമ്മെ ജീവനുള്ളവരാക്കി മാറ്റുവാനായിട്ടിടയായി. And if it comes to our spirit, it will make us alive in the spirit. ഇന്ന് പകൽ Amen. നമുക്ക് തീരുമാനിക്കാം ഇത് എവിടെയാണ് എന്നിൽ പരിവർത്തിക്കേണ്ടത്. So today we can decide where do we want this word of God എൻ്റെ to touch us. ശരീരത്തിലാണോ എൻ്റെ ആത്മാവിലാണോ എൻ്റെ മനസ്സിലാണോ സന്ധിമജ്ജകളിലാണോ എവിടെയാണോ ഇതിന്ന് പകൽ എനിക്ക് വിടുതലായി തീരേണ്ടതെന്ന് നമുക്കത് ഗ്രഹിപ്പാൻ നമുക്കത് പ്രാപിപ്പാൻ അനുവാദമുണ്ട്. So we have the authority to discern whether we need this word of God in our hearts or in our mind or wherever we want it. There will be a deliverance. അതുകൊണ്ട് വളരെ
വളരെ ധൈര്യത്തോടെ ദൈവവചനത്തിന്റെ മുമ്പാകെ നമുക്ക് അടുത്തു വരാം. ബഹുമാനത്തോടെ ഭയത്തോടെ ദൈവവചനത്തിന്റെ മുമ്പാകെ നമുക്ക് അടുത്തു വരാം. So let us come to the word of the Lord with reverence and respect. 12:24 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്ന് കൊണ്ടിരുന്നു. And Acts chapter 12 verses 24 it says, but the word of God grew and multiplied. 12-ാം അധ്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകുവാൻ I താല്പര്യപ്പെടുന്നില്ല. do not want to get into the background of chapter 12. വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. And this is a confident statement that we see here, that the word of God grew and multiplied. നമ്മുടെയും കോൺഫിഡൻസ് അതായിരിക്കണം, ദൈവവചനത്തിൽ ഉള്ള ഏറ്റവും വലിയ ആഴമേറിയ ഉറപ്പ് ആയിരിക്കാൻ. And so this also has to be a confidence that we have in the scripture. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്നവരാ. We say that we rely on the word of God. നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ആശ്രയവും ദൈവവചനത്തിൽ തന്നെ ആയിരിക്കട്ടെ ദൈവമക്കളെ. And for us we have to have our reliance on this word of God. അപ്പോസ്തല പ്രവൃത്തി 12 പുസ്തകത്തിൽ യാക്കോബിന്റെ മരണത്തെ കാണാം. And here in this chapter we see the death of James. പത്രോസിനെ തടവിലാക്കുന്നത് കാണാം. We see how Peter was imprisoned. സഭ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നത് കാണാം. We see how church prayed for him. സഭ വിസ്മയിച്ച് പത്രോസിനെ കാണുന്ന നോക്കുന്ന ഒരു നോട്ടം നമുക്ക് കാണാം. We also see how the church was astonished to see Peter back in their life. ഹെരോദാവിന്റെ മരണത്തെ നമുക്ക് അവിടെ കാണാം. We see the death of King Herod in this chapter. എന്നിട്ട് പറയുന്നു, സഭ വചനത്താൽ മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. And after all these incidents we see that there's this verse that says that the word of the Lord, it grew and it multiplied. മൂന്ന് കാര്യങ്ങൾ ഡോക്ടർ ലൂക്ക് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. There are three things that Dr. Luke states ഞാൻ here. ഊന്നി പറയുന്ന മൂന്ന് And കാര്യങ്ങളാണ്. he gives emphasis to this fact. ഒന്ന്, സഭ പെർസിക്യൂഷനിലൂടെ കടന്നു പോകും. First is that the church will go through persecution. രണ്ട്, സഭ പ്രാർത്ഥനയിലൂടെ കടന്നു പോകും. And next is that the church will go through a period of മൂന്ന്, prayer. സഭ ശക്തിയുടെ ഒരു പ്രകടനമായി മാറും. And next is that this church will be a resemblance of the power of God. ചാപ്റ്ററിനകത്തെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. And these are the three main ingredients of this ഒന്ന്, chapter. സഭ പെർസിക്യൂഷനിലൂടെ കടന്നു പോകും. First is that the church will go through persecution. രണ്ട്, സഭ പ്രാർത്ഥനയിലൂടെ കടന്നു പോകും. And next is that this church will go through a period of prayer. മൂന്ന്, സഭ ശക്തിയുടെ ഏക പ്രകടനമായി മാറും. And next is that this church will be a resemblance of the power of God. നമ്മൾ ഇതുവരെ വായിച്ച വാക്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു വാക്യമാണ് 18-19 വാക്യങ്ങളിൽ കാണുവാനായി കഴിയുന്നത്. But when we read verses 18 and 19, it is a little different from what we have heard till അവിടെ ഇങ്ങനെ now. എഴുതിയിരിക്കുന്നത്, ആമേൻ, ഹെരോദാവിനും പടയാളികൾക്കും ഒക്കെ പരിഭ്രമം ഉണ്ടാകുന്ന ഒരു വചനം. And there we see that Herod and all his soldiers, they are astonished and they do not know what is happening. അതിന് ആമേൻ ന്യായമായ ഒരു കാരണമുണ്ട്. And they have a justifiable reason for it. 18 വാക്യം ഇങ്ങനെ പറയും, നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. And in verses 18 we see that in the morning when the guards and the soldiers look for Peter, they do not see him and they are astonished. Where is he? 19 വാക്യത്തിൽ ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ടും കാണുന്നില്ല. And next verse we see that Herod tries to search for him, but he is not able to find him. താൻ കാവൽക്കാരെ വിസ്തരിച്ചു, അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. And then he questioned all the guards, and since they did not have an answer, he planned to kill the guards. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അല്പമല്ലാത്ത പരിഭ്രമം. And so here we see that they were amazed and they were astonished by what has happened. എന്നാൽ അതിന്റെ യഥാർത്ഥ വാക്ക് നമ്മൾ പഠിച്ചു വന്നാൽ അല്പമല്ലാത്ത എന്നുള്ളതിന് ബഹു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ But പറഞ്ഞിരിക്കുന്നത്. if you understand it in a greater depth, you understand that it is a greater astonishment, a greater feeling that they had. സീരിയസ് ആയിട്ടുള്ള ട്രബിൾ അവരായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വിളിച്ചു പറയുന്നത്. So it says that they are in a serious trouble right now. എങ്ങനെയാണ് ഈ പത്രോസ് തടവിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. Because none of them know how Peter was able to be delivered from that prison. പത്രോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതിന്റെ ഒരു തെളിവുകൾ പോലും അവർക്ക് കണ്ടെത്താൻ And കഴിയുന്നില്ല. they do not have any evidence about how Peter was able to be redeemed from that prison. ഇതെങ്ങനെ സംഭവിച്ചു? How did this happen? അയ്യോ, ഞങ്ങൾ ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, അവനെ ചങ്ങലമേലായിരുന്നല്ലോ ഞങ്ങൾ ഇട്ടിരുന്നത്. So if they say that the guards were sleeping,
he was still chained. How could he escape the chains? ഇനി പടയാളികൾ ഉറങ്ങിപ്പോയെങ്കിലും ചങ്ങലകൾക്കകത്ത് നിൽക്കേണ്ട പത്രോസ് എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു? So even if the guards were sleeping, how could he escape from the chains? ആമേൻ. ഈ പരിഭ്രമമാണ് അവരെ അലട്ടുവാനായി തുടങ്ങിയത്. And this was the panic that came to their hearts. അവർ വിസ്തരിക്കാൻ തുടങ്ങി. And they began to question them. അന്വേഷണ കമ്മീഷനെ ആക്കി എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പോലും ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല. And then we could say in our language that they might have assigned a commission to go and check for the reason and they are not able to find an answer. ദൈവമക്കളോട് ഞാൻ ഒരു ദൂതത്തിൽ നിന്ന് വിളിച്ചു പറയാം. Let me tell you a message to the children of God who are present here today. ലോകം എഴുതിയ സകല വിധികളുടെയും നടുവിലൂടെയും ഒന്നും അറിയാതെ ഒരു എയറിലൂടെ നിന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. And we believe in a Lord Jesus Christ who can bring things even when the world has written things against us. ആമേൻ. ആരൊക്കെ നമുക്കെതിരെ ആമേൻ വിരോധമായി എഴുന്നേറ്റാലും അവർ പോലും വിസ്മയിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ നടുവിൽ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ സഭ വിശ്വസിപ്പാനിടയായി. And today the church should believe that how many people come against us, that will not stand against the will of God in our lives. വേഗത്തിൽ പോകട്ടെ ദൈവമക്കളെ. We do not have much time ഈ to stay in this പരിഭ്രമം verse. എന്ന് പറയുന്നത് അവരുടെ വിസ്താരത്തിലേക്ക് പോവുകയാണ്. And because of the state of panic, they get into a time of questioning. ആര് ആമേൻ ഈ സംഭവത്തിന്റെ പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. So they are trying to know who is the person behind this incident. ആമേൻ. യഹൂദന്മാരുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആമേൻ ശ്രമിച്ച ശ്രമത്തെ പരാജയപ്പെടുത്തിയത് ആരാന്ന് ഹെരോദാവും കണ്ടെത്താൻ And ശ്രമിക്കുകയാണ്. Herod also wants to know that how Peter was being delivered from the wrath of Jews. ആമേനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. But he did not find an answer for it. പക്ഷേ തന്റെ മുഖം രക്ഷിച്ചേ പറ്റത്തുള്ളൂ. But he has to save his face. എങ്ങനെയെങ്കിലും തന്റെ മുഖം രക്ഷിക്കണം. But he has to save his face at any manner. കാരണം യാക്കോബ് മരിച്ചു എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. Because the Jews were very pleased with the fact that James was killed. അതുപോലെ തന്നെ പത്രോസ് അതിലും മുഖ്യനായ മനുഷ്യൻ മരിക്കുന്നു കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ഏറ്റവും ഇഷ്ടവും ആമേൻ ഹെരോദാവിന് ഏറ്റവും സന്തോഷമായിരുന്നു. And so since Peter is a man with greater importance, if he would have been killed, the Jews and Herod would have been more happier about it. അവിടെ നടന്ന സംഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞു തീർക്കട്ടെ ദൈവമക്കളെ. I would like to conclude this incident in this manner. എല്ലാവരെയും വിസ്തരിച്ചു അവസാനം ഭടന്മാരെ കൊല്ലാൻ കൽപ്പിച്ചു. And so I would like to say that he questioned all the guards and then finally he decided to kill them because they did not have an answer. പാവപ്പെട്ട പടയാളികൾക്ക് സംഭവിച്ചത് വല്ലാത്ത ഒരു ദുഃഖമായി പോയി. And now when we think about the guards, what happened to them is very pitiful. ഒരു സ്ഥലത്ത് ഈ സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അപ്പോസ്തലനായ പൗലോസിനെ ആമേൻ ഇരുന്ന ഇടം ഇളകി കഴിഞ്ഞപ്പോൾ കാവൽക്കാരൻ അല്ലെങ്കിൽ അതിന്റെ മേധാവി തന്നെത്താൻ കൊല്ലാൻ ശ്രമിക്കുന്ന ചരിത്രം നമുക്ക് അടുത്ത് വരുന്ന അധ്യായങ്ങളിൽ കാണാൻ കഴിയും. And we see an incident in the coming chapters when Paul is being delivered from the prison, the guard himself tries to take his life. അപ്പോൾ എല്ലാത്തിന്റെയും പ്രശ്നം ഈ പടയാളികളാണ് വഹിക്കുന്നത്. So now we can say that all the problem is because of these guards. അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ. It will happen so. കാരണം നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിന്നോട് തന്നെയാ ചോദിക്കുന്നേ. So if you are not able to do the thing that you are assigned to do, the question comes to you. പക്ഷേ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. ആ പടയാളിയോട് അല്ലെങ്കിൽ ആ നേതാവിനോട് അവർ വിളിച്ചു പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, കർത്താവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. But we see in that incident that these people tell the guards that you do not have to worry, but if you believe in the Lord, you and your family will be saved. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. That is a very simple thing. നീ ഇതിനെതിരെ വിസ്താരം എടുക്കാൻ പോകണ്ട. You should not question against this matter. നീ ഇതിന്റെ കാര്യാദികളെ കണ്ടെത്താൻ ശ്രമിക്കണ്ട. You do not have to find the background behind it. ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാ. Because it is the work of the Lord. നിന്റെ അറിവിനും ജ്ഞാനത്തിനും അതീതമാണ് ഇതെല്ലാം. And you cannot understand it with the wisdom that you have. അവസാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു മാർഗ്ഗമേ ഉള്ളൂ, തന്നെത്താൻ കുത്തിക്കൊല്ലുക എന്നുള്ളതാ. And so the only thing that could come to a conclusion is that he could kill himself. അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. That is the only thing that will happen in the എന്നാൽ last. അവിടെയും രക്ഷപ്പെടാൻ വഴിയുണ്ട്. But even there he can save himself. അതാണ് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞത്. And that is what the apostles നീ say. കർത്താവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. If you believe in the Lord Jesus, you and your family will be saved. മറ്റെല്ലാത്തിനേക്കാളിലും അന്വേഷണം നിന്റെ വചനത്തോടുള്ള ബന്ധത്തിലായിരിക്കട്ടെ. Let all your search be to the scripture of the Lord. ദൈവം വിധിച്ച വിധിയെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. We cannot change the reason and the plan of the Lord Jesus. ഇന്ന് പകൽ
ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ Let us humble ourselves to the plan of the Lord in our life. ഒരു മനുഷ്യൻ വളരെ സിമ്പിളായി രക്ഷപ്പെട്ടു പോയി. And now we see that there's a man who was escaped very simply. മാക്സിമം സെക്യൂരിറ്റി ഉള്ള തടവിൽ നിന്നാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. And he was able to escape from a prison that had very good security. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വായുവിലൂടെ അവൻ അപ്രത്യക്ഷനായി പോയി. And in our language we could say that he escaped out of the air. അവനെ പോയത് എങ്ങനെയെന്ന് ആർക്കും ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. And no one is able to trace the way in which he left. ഇതെല്ലാം കൂടെ ഹെരോദാവിനെ അങ്ങ് ചൊടിപ്പിക്കുകയാണ്. And now this brings anger to King Herod. ഇത്രമാത്രം യഹൂദന്മാർക്ക് പ്രാധാന്യമുള്ള ഒരു പുള്ളിയെ തടവിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുക എന്ന് പറയുന്ന അസാധ്യമാണ് എന്ന് ഹെരോദാവ് ചിന്തിക്കുകയാണ്. And now Herod thinks that it is impossible for this man with great importance to escape from this prison. ഇത് അവന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. He is not able to accept it. ഇന്ന് പകൽ ശക്തമായ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. Let me remind you a powerful message here. ലോകം ചിന്തിക്കും പ്രാർത്ഥിക്കുന്ന ദൈവവേദന എങ്ങനെയെങ്കിലും തകർക്കാമെന്ന്. The world will think that the prayerful child of God should be destructed. എന്നാൽ ദൈവം എല്ലാത്തിനും ഒരു പരിധി വെച്ചിട്ടുണ്ടെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. But the scripture teaches us that the Lord has kept an extent to everything. അവസാനം ദൈവം ഇങ്ങനെ പറയും. And after this the Lord will say, Enough is enough. മതി, ഇത് മതി. enough is enough. ഇതുകൊണ്ട് മാത്രം തീർന്നാ മതി. And this has to end in this manner. ഹെരോദാ വിചാരിച്ചു ദൈവസഭയെ അവന്റെ ഒരു കയറ് കൊണ്ട് വന്ന് കെട്ടി അവിടെ ഒതുക്കാമെന്ന്. And Herod thought that he could persecute the church. ആമേൻ. ഹെരോദാ വിചാരിച്ചു അവന് ഈ സഭയെ ഒന്ന് വളച്ചൊടിക്കാമെന്ന്. And Herod thought that he could break the church. പക്ഷെ നടക്കത്തില്ല. But that will not happen. കാരണം എല്ലാത്തിനും ദൈവം ഒരു പരിധി വെച്ചിട്ടുണ്ട്. Because the Lord has kept an extent to everything. ഇന്ന് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം. To the world let us say today, ഏത് രാജാക്കന്മാരും, whoever is the king, ഏത് പൊളിറ്റീഷ്യനും, whoever is the ഏത് politician, പ്രൈം മിനിസ്റ്ററും, to all the prime ഏത് ministers, പ്രസിഡന്റും to all the presidents, ദൈവസഭയെ തകർക്കാൻ വിചാരിച്ചാലും even if they try to destroy the നിങ്ങളുടെ church of God, ആഗ്രഹത്തിനകത്ത് നടക്കത്തില്ലത്. this will not happen in your life. നിങ്ങളുടെ പ്ലാനിനകത്ത് ഒതുങ്ങത്തില്ലത്. And this will not confine to your കാരണം ദൈവം plans. എല്ലാത്തിനും ഒരു പരിധി വെച്ചിട്ടുണ്ട്. Because the Lord has kept an extent to everything. അത് കഴിയുമ്പോൾ ദൈവം പറയോ, And after this the Lord will മതി, say, ഇത് മതി. enough is enough. Praise the Lord. Amen. Praise God. Hallelujah. 20-ാം വാക്യം ഇങ്ങനെ പറയുന്ന അവൻ രക്ഷപ്പെട്ട് പോകുന്ന ഒരു രംഗമാണ്. And in verses 20 we see how he escapes. അവൻ അവിടെ നിന്നും സോര്യരും സീദോന്യരും ഉള്ളവരുടെ ദേശത്തേക്ക് പോവുകയാണ്. And now we see that Peter, he moves from this place and he goes to Tyre and Sidon, to the people there. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചാൽ വളരെ വ്യത്യസ്തമായ ഒരു വാക്യമായി നമുക്ക് അവിടെ തോന്നും. And we see that this is a very different verse. ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിൽ നിന്ന് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യമായിട്ടാണ് നമുക്ക് അവിടെ വായിപ്പാനായി. We would feel that this verse does not have any connection to the previous verses. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്ത് ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്നു രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. And now this word says like this: Now Herod had been very angry with the people of Tyre and Sidon, that they came to him with one accord, and having made Blastus the king's personal aid their friend, they asked for peace, because their country was supplied with food by the king's country. ഡോക്ടർ ലൂക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്തത്? Why did Dr. Luke include this statement here? ഇത് യാതൊരു തരത്തിലും നമ്മൾ വായിച്ചു വന്ന ഈ പാരഗ്രാഫുമായി ഒരു കണക്ഷനും കാണും. This does not have any connection to the paragraphs that we read before. നിങ്ങൾ എത്ര പേർ അത് ചിന്തിച്ചിട്ടുണ്ട്? How many of us have thought about it? ഇതെന്തിനാ ആ ഒരു വാക്യം അതിനകത്തേക്ക് കൊണ്ടുവന്നത്? Why do we have this verse in this after these verses that we read ഡോക്ടർ till ലൂക്കിന് now? എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ? Did Dr. Luke make a mistake? അല്ല ദൈവമക്കളെ, No, children of God. ദൈവത്തിനൊരു പദ്ധതി ഇതിനകത്തുണ്ട്. Because the Lord has a plan here. ഈ സോര്യരും സീദോന്യരും എന്ന് പറയുന്നത് വളരെ വെൽത്തിയായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു. ആമേൻ. പിന്നീട് അത് വളരെ വെൽത്തിയായിട്ടുള്ള ഒരു പട്ടണമായി മാറിയതാണ്. And now we know that the people of Tyre and Sidon, they became very wealthy people. അതൊരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു നഗരമായിരുന്നു. And this was a prosperous place. ട്രേഡിലൂടെയും മറ്റ് വിഷയങ്ങളിലൂടെയൊക്കെ അവരുടെ കൊമേഴ്സ് സെൻ്ററായിട്ട് ഈ രണ്ട് സിറ്റികളിലും
കാണുവാനായി കഴിയുന്നുണ്ട്. And we see that these two cities have become commercial centers through the trades that they did. പക്ഷെ ഒരു പ്രോബ്ലം അവിടെയുണ്ട്. But there is one problem that they had. ഇവർക്ക് എന്തെങ്കിലും ആഹാരം ഗ്രെയിൻ കിട്ടണമെങ്കിൽ ഹെരോദാവ് കരിയണം. And so if these people needed some grain or any kind of food, Herod had to give that to them. ടെക്നോളജിക്കലി ഏറ്റവും നല്ലതാണ്. Technologically, this city is good. കാശ് ഇഷ്ടം പോലെ ഉണ്ട്. They have enough of cash with them. പക്ഷേ ആഹാരം കഴിക്കാനുള്ള സമ്പ്രദായമില്ല. But they do not have a medium to have food. അതിനു വേണ്ടി അവർ ആശ്രയിക്കേണ്ടത് ഈ രാജാവിനെയാണ്. And so for this matter, they have to rely on King Herod. അപ്പൊ ഈ കിങ് ഹെരോദ് വേണം ഇവർക്ക് ആഹാരം അവിടെ എത്തിച്ചു കൊടുക്കാൻ. So King Herod had to supply the food to these people. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. ഈ കിങ് ഹെരോദിന് ഈ രണ്ട് സിറ്റികളുമായി ഭയങ്കര സ്വാധീനമുണ്ട്. And so the problem here is that King Herod has great influence over these two cities. അതുകൊണ്ടാണ് ഡോക്ടർ ലൂക്ക് ഈ സംഭവം ഈ രണ്ട് സിറ്റിയുടെ പേര് ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുവാനാണ്. And this is the reason why Dr. Luke has mentioned about these two cities in this verse. നിങ്ങൾ അവിടെ വായിപ്പാൻ കഴിയുന്നത് അന്ന് ഒരു ദിവസം താൻ അവിടേക്കാ പോയത്. And now we see that one day Herod went to these places. ആ ദേശക്കാര് അദ്ദേഹത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും ഹെരോദാവിനും വലിയ ഇഷ്ടം അവരെ ഇല്ലെങ്കിലും ഈ ആഹാര ബന്ധത്തിൽ അവർക്ക് വലിയ താല്പര്യമുള്ള. And so since both the parties, even though they did not please each other in regard to the food matter, they both had to coordinate with each other. അദ്ദേഹത്തിന് അറിയാം ഈ രണ്ട് സിറ്റിയും എൻ്റെ കൈപ്പടയിൽ പിടിച്ചു നിർത്താൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇവരുടെ ആഹാരം കുറച്ചാൽ മതി. And so Herod knew that in order to take control over these two cities, I can reduce the food and that will enable me to get control over these cities. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് പട്ടണക്കാര് എന്ത് വന്നാലും രാജാവിനെതിരെ ഒരു വാക്ക് പോലും പറയത്തില്ല. എങ്ങനെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണം നിൽക്കും. And so now we know that if these people say anything against King Herod, they will not get food, so they will not say anything against him. ആമേൻ. അത്ര പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു രാജാവായിരുന്നു ഈ ഹെരോദ രാജാവ്. So this was the kind of importance that King Herod received from these cities. അന്ന് രാജാവ് ഈ ദേശത്തേക്ക് ഓടിപ്പോയിട്ട് and now this day this Herod went to these cities. അവിടെ എഴുതിയിരിക്കുന്ന താൻ രാജവസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കുന്നു എന്ന് കാണുവാനായി. And then we see that he wears his royal apparel and he goes there. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഈ മൈനറായിട്ടുള്ള ഈ വിഷയത്തിന് എന്താ ഇത്ര പ്രാധാന്യം ആമേൻ ലൂക്ക് അവിടെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്? Let me ask you the question once again. Why does Luke give this much importance for this incident here? ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാനിടയായി. And I studied about this. ജോസിഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത്, and Josephus the historian says, AD 44 ഓഗസ്റ്റ് 1 പീറ്റർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതിന് 5 മാസത്തിന് ശേഷം after Peter was saved from the prison in AD 44 August 1st. 5 മാസത്തിന് ശേഷം after 5 years, after 5 months, രാജാവ് ഒരു സിൽവർ ത്രെഡ് ഉള്ള നൂല് തുന്നിയ ഒരു രാജവസ്ത്രമൊക്കെ ധരിച്ചാണ് താൻ വന്നു നിൽക്കുന്നത്. And the king is present now with a royal apparel and it has got silver thread over it. രാവിലെ തന്നെ താൻ ജനത്തിനെ എല്ലാം വിളിച്ചു കൂട്ടാൻ പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷനാകുകയാണ്. And he asks all his people to come and he appears in front of them. ജോസഫസ് പറയുന്നത് വലിയൊരു ആംഫി തിയേറ്ററിൽ താൻ അവിടെ വന്ന് നിന്നു എന്നാണ്. And historian Josephus says that he comes in front of a great amphitheater. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് താൻ സൂര്യന് പ്രകാശത്തിന് നേരെ മുമ്പിൽ വന്നാണ് സിൽവർ ത്രെഡുള്ള ഈ രാജവസ്ത്രമൊക്കെ ധരിച്ച് താൻ വന്നിരുന്നത്. And he describes it that this king stands just opposite to the rays of the sun and he wears this silver thread and the royal apparel. സൂര്യപ്രകാശം തന്റെ ശരീരത്തിൽ നേരിട്ടടിക്കാൻ തുടങ്ങിയ സമയം അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. And when the sun rays fell on his apparel, he began to preach. തന്റെ ശരീരത്തിലേക്ക് സൂര്യപ്രകാശം അടിച്ചിട്ട് ആ വസ്ത്രത്തിൽ നിന്ന് സൂര്യപ്രകാശം അത് റിഫ്ലക്റ്റ് ചെയ്യുവാനായി തുടങ്ങി. And once this sun rays fell on his dress and it began to reflect, he began to speak. ജോസഫസ് പറയുന്നത് രാജാവ് തന്റെ ഓവർ പവറിനെ ഇവിടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. And now Josephus says that the king is trying to show his overpower through this incident. ജനമെല്ലാം രാജാവിനെ കണ്ടപ്പോൾ രാജാവ് തിളങ്ങുന്ന രാജവസ്ത്രം ധരിച്ചാണ് ഇരിക്കുന്നത്. And when the people look at the king, they see the king in a royal apparel. അവരവിടെ നിന്ന് ഷൗട്ട് ചെയ്യാനായി തുടങ്ങി. And they began to
shout. ഇത് ദൈവമാണ്, ദേവനാണ് എന്ന് പറയാനായിട്ട്. And they began to say that this is the voice of a God. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജനം വിളിച്ചു പറഞ്ഞു, ഇത് രാജാവിന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമാണ് ഞങ്ങൾ And കേൾക്കുന്നത്. as he began to speak, the people started to say that this is not the voice of a man, this is the voice of a God. ദൈവമക്കളെ, എന്തിനാണ് ലൂക്ക് ഇത് കൃത്യമായി ഇതിനകത്ത് കൊണ്ടുവന്നതെന്ന് ഒരു പർപ്പസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. And children of God, we are trying to find out the purpose behind why this verse is there in this paragraph. ദൈവത്തിന് ദൈവനിന്ദ ഇഷ്ടമല്ല. And the Lord does not like humiliation of him. ദൈവത്തിന് ദൈവത്തെ നിന്ദിക്കുന്നത് ഇഷ്ടമല്ല. The Lord does not like anyone to humiliate him. ദൈവം നൽകി തന്ന കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണ് ദൈവത്തെ നിന്ദിക്കരുത് എന്നുള്ള കൽപ്പന. And it is one of the greatest commandments the Lord has given us, that we should not humiliate him. ഇവിടെ വളരെ വ്യക്തമായും തനിക്ക് മനസ്സിലാക്കിയ ദൈവം കൊടുത്ത കൽപ്പനകളെ പ്രമാണിക്കേണ്ട രാജാവ് അത് പ്രമാണിക്കാതെ ദൈവത്തെ നിന്ദിക്കുകയാണ്. And here we see a king who is anointed and who has to obey the commandments of the Lord. He is humiliating the Lord. ദൈവം പറഞ്ഞു, ഇത് മതി. And the Lord says, this is enough. ഇത് മതി. This is enough. Praise the Lord. Amen. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാരണം നോക്കി നടക്കുന്ന ഒരു ദൂതനെ കണ്ടെത്താൻ പറ്റിയ ഒരു കാരണമായിരുന്നു ദൈവത്തെ നിന്ദിക്കുക. And in our language we could say that for an angel who is looking for a cause, this cause was sufficient. ഭക്തനെ കൊന്നുകളഞ്ഞു. And a holy man, a righteous man was ജനത്തിന് killed. നേരെ അപവാദവും കള്ളത്തരവും ചുമത്തി പീറ്ററിനെ തടവിലാക്കി. And they were trying to put false allegations against the people, and they imprisoned Peter. സഭയെ മുടിപ്പിക്കാൻ ഇറങ്ങി. And they began to persecute the സഭയെ church. തകർക്കുവാൻ ഇറങ്ങി. And they began to destroy the church. സഭയ്ക്കെതിരെ അപവാദം പറയാൻ ഇറങ്ങി. And they began to put false allegations against the church. ഇതിലൊന്നും ഹെരോദാവിനെതിരെ ദൂതൻ ഒരു വലിയ കുറ്റം കണ്ടെത്തി അവനെ ശിക്ഷിക്കാൻ ആഗ്രഹിച്ചില്ല. And even though he did all of this, the angel did not find a fault to punish him. മനസ്സിലായോ പറഞ്ഞേ? I hope you understood what I said. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും? What would we pray for? ഒരു പെർസിക്യൂഷൻ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അത് ചെയ്ത വ്യക്തിയെ സ്വർഗമേ നീ ഇപ്പൊ തന്നെ ശിക്ഷിക്കണേ, തകർക്കണേ, കൊല്ലണേ. And we would say that the person who tries to persecute us, they should be destroyed at that moment. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ നോർത്ത് ഇന്ത്യയിൽ ഈ ദൈവജനത്തിനെതിരായി പോരാടിയ മനുഷ്യനെ ഇനി വെച്ചോണ്ടിരിക്കല്ലേ. And we would pray that people who are trying to persecute the ministries in North India, they should not be left alone. ഇവിടെ ഇത്രയും സംഭവിച്ചിട്ടും ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചിട്ടില്ല ഹെരോദാവിനെതിരായി. And even though these many incidences happened here, nothing happened against King Herod. ഇത്രയും സംഭവമൊന്നും ഉണ്ടാകത്തില്ല ഒരു ദൂതനെ ഹെരോദാവിന്റെ അടുത്ത് നേരത്തെ അങ്ങ് വിട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. Now we would think that if an angel had appeared before him in the initial phase, all these things would not have continued. പക്ഷേ ഇതിലൊന്നും ദൈവം തന്റെ ദൂതനെ ഹെരോദാവിന്റെ അടുത്തേക്ക് അയച്ചില്ല. But now we understand that even though all these incidences happened, the angel of the Lord did not appear there. പക്ഷേ ഇപ്പോൾ ഒരു ദൂതനെ ദൈവം അയക്കാൻ But പോവുകയാണ്. now the Lord is going to send an angel. എന്തിനാണെന്നറിയാമോ? Do you know for what reason? അവൻ തന്നെ ദേവനെന്ന് അവൻ വിളിച്ചു പറയാൻ തക്കവണ്ണം നിന്നു കൊടുത്തതുകൊണ്ട്. Because he was there to stand and proclaim that he himself is the Lord. ജോസഫസ് പറയുന്നത് ഇങ്ങനെയാണ്. And Josephus says so. താൻ അതിനെ റിജക്റ്റ് ചെയ്യുകയോ അവരോട് നിർത്താൻ പറയുകയോ ചെയ്യാത്തത് കൊണ്ട് ദൈവം തന്റെ ദൂതനെ അവന്റെ അടുത്തേക്ക് അയച്ചു എന്നാ. Since King Herod did not reject them or did not ask the people to stop saying that, the Lord sent the angel against King Herod. റെബ്യൂക്ക് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്തില്ല. കാരണം അവന്റെ ആഗ്രഹം അത് കേൾക്കാനാ എന്നെ ദേവൻ അവൻ എന്ന് വിളിക്കുന്നത് അവനൊരു അഭിമാനമായി തോന്നുകയാ. And he did not rebuke or he did not reject that calling from the people because he thought that that is going to be a blessing for him. New American Standard Version ഇങ്ങനെ പറയുന്നത്, Herod did not give God the glory. ദൈവത്തിന് അവൻ മഹത്വം കൊടുക്കാതെ ആ മഹത്വം ജനം വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ അവനിലേക്ക് അത് സ്വീകരിച്ചു. And we see that Herod did not give glory to the Lord and he was ready to take it for himself. രാജാവ് അത് റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ദൂതൻ അവിടെ എത്തത്തില്ല. If the king was able to reject that calling, the angel would not have reached അവരോട് അത് there. നിർത്താൻ
റിബ്യൂക്ക് ചെയ്തിരുന്നെങ്കിൽ ഏഞ്ചൽ എത്തത്തില്ല. If he was ready to rebuke that calling, the angel would not have come against ജോസഫ് him. പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. There is one more thing that Josephus says. ചരിത്രകാരൻ പറയുകയാണ്, ഒരു മൂങ്ങ പോലെ ഒരു പക്ഷി തന്റെ തലയുടെ മുകളിലെ വസ്ത്രത്തിന്റെ മേൽ വന്നിരുന്നു എന്ന് ഹെരോദാവിന് മനസ്സിലായി. And the historian says that there was an animal, a bird like an owl that came in above his head, and he knew that something has come. അത് ഒരു മെസഞ്ചർ ആണെന്ന് അവന് മനസ്സിലായി. And he understood that that is a messenger. സാധാരണഗതിയിൽ മെസഞ്ചർ വരുന്നത് ഒരു നല്ല ദൂതുമായിട്ടായിരിക്കും. Usually a messenger comes with a good message. ഇപ്പോൾ വന്ന ദൂതൻ നല്ല മെസ്സേജുമായിട്ടല്ല But വന്നേ. now this messenger does not have a good message. ആമേൻ. അവിടെ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ദൈവമക്കളെ. There is one word written like this. അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, In the next word we see. പെട്ടെന്ന് എന്നൊരു വാക്ക് അവിടെ കാണുവാനായി We കഴിയും. see the word immediately. ആമേൻ. എന്തുകൊണ്ട് ആ വാക്ക് അവിടെ ചേർത്തെടുത്തുവാനിടയായി? Why is the word immediately used there? Praise the Lord. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, To the children of God who are present here today, അതിനൊരു റീസൺ അവിടെ എഴുതിയിട്ടുണ്ട്. there is a reason for it. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാ. Because he did not give glory to the Lord. പെട്ടെന്നൊരു ദൂതൻ അവനെ അടിച്ചു. An angel of the Lord struck him immediately. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവപൈതലേ, To the children of God who are present here ബാക്കി today, എന്തൊക്കെ സംഭവിച്ചിട്ടും ദൈവം കണ്ണടച്ചു എന്ന് വിചാരിക്കുമ്പോൾ നീ അഭിമാനിക്കരുത്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ തട്ടുകിട്ടും, അതിന് യാതൊരു സംശയമില്ല. and whatever you have done, if you feel that the Lord is not against you, at his time he will punish you at his perfect time. കാരണം ദൈവം പറയുന്നു, ദൈവം തന്റെ മഹത്വം മറ്റാർക്കും വിട്ട് കൊടുക്കുകയില്ല. Because the Lord himself says that I will not give my glory to any other person. ആർക്കും അതെടുക്കാൻ പറ്റത്തില്ല. And no man can take it. സകല മഹത്വം ദൈവത്തിന് Because തന്നെയായിരിക്കട്ടെ. all glory belongs to the Lord. ഹല്ലേലൂയ. Amen. എൻ്റെ ഒരു സ്നേഹിതൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. I've heard a friend of mine say so. ഒരു നല്ല പ്രസംഗം കേട്ടാൽ നല്ല പ്രസംഗമാണ് പാസ്റ്ററെ എന്ന് പറയണം. If you hear a good message, you should tell the pastor that it was a good message. നല്ല പ്രസംഗം കേട്ടാൽ ബ്രദറെ നല്ല പ്രസംഗമായിരുന്നു, സിസ്റ്റർ നല്ല പ്രാർത്ഥനയായിരുന്നു എന്ന് നല്ലൊരു പ്രാർത്ഥന കേട്ട പറയാം. You could say that it was a good message, brother, or a good prayer, sister. ഇതുപോലൊരു പ്രസംഗം കേട്ടിട്ടില്ല എന്ന് പറയല്ലേ. You should not say that I have not heard such a message. ഇതുപോലൊരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടില്ല. You should not say that I have not heard such a prayer. മനസ്സിലായി പറഞ്ഞ എന്റെ വ്യത്യാസം? I hope you understood the difference. Praise the Lord. Amen. സകല മഹത്വവും ദൈവത്തിനാ കൊടുക്കേണ്ടത്. All glory should be given to the Lord. ദൈവമാണ് മഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യൻ. Because our Lord is worthy for all glory and honor. വെളിപ്പാട് പുസ്തകത്തിലെ മൂപ്പന്മാരെ മറന്നു പോകല്ലേ. You should not forget the elders in the book of Revelation. തല മുഴുവൻ ക്രൗൺ കൊണ്ട് നിറഞ്ഞ മൂപ്പന്മാരാ. And they all have crowns on their head. എല്ലാം അവർക്ക് ഒത്തിരി കിട്ടിയതാ അവരുടെ തലയെ വെച്ചേക്കുന്നത്. And all that they have received, we see that it is on their head. ചുമ്മാ ക്രൗൺ കിട്ടിയതല്ല. It's not the crown that they simply earned. അവർ വലിയ ചെയ്തത് കൊണ്ട് കിട്ടി. Because they did a great work, they received those crowns. കുഞ്ഞാട്ടിന്റെ മുമ്പായി വന്ന് നിന്നപ്പോ, But when they came in front of the Holy Lamb, ആ ക്രൗൺ അവരെടുത്ത് അവന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക. they threw away the crown that was in their head. അവർക്ക് പറയാൻ ഒരു വാക്കേ ഉള്ളൂ. There is only one thing that they have got to say. ഇതിന്റെ അകത്ത് മഹത്വം ഒന്നുമില്ല. There is no glory in this ഈ crown. ക്രൗൺ ഞങ്ങൾക്ക് കിട്ടിയത് വലിയ മഹത്വം ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. There is nothing to boast about this crown that we 24 received. മൂപ്പന്മാരും വലിച്ചെറിഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ വിളിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, സകല മഹത്വത്തിനും ആരാധനയ്ക്കും പ്രശംസയ്ക്കും ബഹുമാനത്തിന് യോഗ്യനായി അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവന്റെ മുമ്പിലേക്ക് വണങ്ങൂ എന്ന് പറഞ്ഞ് അവർ ആ ക്രൗൺ എടുത്ത് വലിച്ച് ആ കുഞ്ഞാടിന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാ. ഇന്ന് പകൽ എന്റെ തലയിൽ എനിക്ക് പുകഴാനൊന്നുമില്ല. Hallelujah, hallelujah, Jesus. നമുക്ക് പുകഴാനുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാണ്. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ, ബഹുമാനത്തിനും പ്രശംസയ്ക്കും യോഗ്യൻ. And we know that there is only one thing that we can boast about, that is our Lord Jesus. യേശുവിന്റെ നാമം ജയമെടുക്കട്ടെ. Amen. ഹല്ലേലൂയ. Amen. Praise you Lord. ദൈവം ഒരു ദൂതനെ അയക്കുകയാണ്. And now we see an angel is being sent by God. ന്യായം വിധിപ്പാൻ ഒരു ദൂതനെ അവന്റെ മുമ്പിലേക്ക് അയച്ചു. And there is an angel that comes here for അവൻ judgment. പുഴുവരിച്ചു, ചത്തു. And we see that he was eaten by the worms.
ദൈവവചനത്തിൽ dies. മറ്റൊരു സ്ഥിരീകരണത്തിന്റെ ആവശ്യകതയൊന്നുമില്ല. There is no need for a justification for the word of God. എന്നാലും ജോസഫസ് പറയുന്നത് ഇങ്ങനെയാണ്, But even then, Josephus says this, ഹെരോദാവിന്റെ ശരീരം മുഴുവൻ രോഗം പിടിപെടുകയും and King Herod, his whole body was consumed, അതിനാൽ അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അസ്വസ്ഥമായി അവൻ അനുഭവപ്പെടുകയും ചെയ്തു. and he was able to feel an uneasiness in his body parts, നേരിയ പനി അവനുണ്ടായി. and he had a slight sickness, ശരീരത്തിന്റെ വയറിൽ അസ്വസ്ഥമായ വേദനയും ചൊറിച്ചിലും തനിക്ക് അനുഭവപ്പെട്ടു. and he was feeling discomfort in his stomach, വൻകുടൽ നിരന്തരമായ വേദന തനിക്ക് അനുഭവിച്ചു. and he felt a lot of pain in his internal organs, intestine, കാലില് നീരായി. and he had swelling in his leg, വയറ് വീക്കമായി, വയറ് വലുതായി. and his stomach began to bloat, അവന്റെ താഴ്ഭാഗത്ത് കല്ലിപ്പുണ്ടാകുകയും പുഴുക്കളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. and we see that the lower part of his body, it began to calloused, and there was worms that began to grow over it, ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. and he was not able to breathe properly, അവന് നിവർന്ന് നിൽക്കാതെ അവന് ശ്വാസം വിടാൻ പറ്റാതെയായി. and he could not breathe unless and until he stood erect. അവന്റെ ശ്വാസം നിന്നു പോകുന്ന പോലെ അവന് തോന്നി. He felt that he is almost able to lose his breath, 5 ദിവസം അവൻ അങ്ങനെ പുഴുവരിച്ചു കിടന്നു എന്നാ പറഞ്ഞത്. and it is said that for 5 days he stayed in that manner. തിയോളജിയൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോസഫസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ. And we know that Josephus is a historian that all theologians accept. എന്തുകൊണ്ടാണെന്നറിയാമോ ലൂക്ക് ഈ ഭാഗം ഇതിനകത്ത് വെച്ചത്? Do you know why Dr. Luke mentioned about this in this chapter? ഡോക്ടർ ലൂക്ക് ആ പുള്ളി, അതുകൊണ്ട് പുള്ളിക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാം. Because he is Dr. Luke and he knows all of this. എന്താ സംഭവിച്ചെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. And he knows exactly what happened to King Herod. ഒരു വാണിംഗ് ഞാൻ ദൈവമക്കളുടെ മുമ്പാകെ പറയട്ടെ. There is a warning that I would like to give the children of God. ഭയത്തോടെ വേണം നാം ദൈവത്തെ സേവിപ്പാൻ. We have to serve the Lord with fear. വിറയലോടെ വേണം നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ. We have to stand in front of the Lord with reverence. ദൈവമക്കളെ സൂക്ഷിച്ച് വേണം ദൈവനാമത്തെ നിന്ദിക്കാൻ. We have to be careful when we despise the name of the Lord. ദൈവസഭയ്ക്ക് നിന്ദിക്കാൻ നാം സൂക്ഷിച്ച് വേണം. We should not despise the church of God. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ നാവിലോ നമ്മുടെ ചിന്തയിലോ നമ്മുടെ സംസാരത്തിലോ നമ്മുടെ നോട്ടത്തിലോ നമ്മുടെ ഭാവത്തിലോ ഒന്നും ദൈവസഭയ്ക്കോ ദൈവനാമത്തിനെതിരെയോ ഒന്നും വരാതെ നാം കാത്തു സൂക്ഷിക്കണം. Knowingly or unknowingly, we should not say or do anything against the will of God or against the name of the Lord or the church of the Lord. യൂദാ യേശുവിനെ തള്ളിപ്പറഞ്ഞു, തന്നെത്താൻ തൂങ്ങി മരിച്ചു. And Judas, he betrayed Jesus and then he died. വചനം പറയുന്ന കാക്കകൾ വന്നവന്റെ തല മുതൽ പാദം വരെ കുത്തി തിന്നു എന്നാണ്. And historians say that the birds came and ate his body. അനന്യയും സഫീറയും പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറഞ്ഞു, പെട്ടെന്ന് തന്നെ താഴെ വീണു. We know that Ananias and Sapphira, they also spoke against the Lord and they were also no more. എലിമാസ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ പെട്ടെന്ന് തന്നെ കാഴ്ച നഷ്ടപ്പെട്ടവനായി മാറി. And we know a false prophet named Elimas, he also lost his sight when he spoke against the Lord. നാമം ജയമെടുക്കട്ടെ. May the name of the Lord be glorified. നാം നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനോഭാവത്തിൽ സ്വർഗ്ഗസ്ഥനായ ദൈവത്തെ നിന്ദിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുക. We should not despise the name of the Lord through our words or our actions. പത്രോസിനെ മോചിപ്പിക്കാൻ സഹായിച്ച അതേ ദൂതൻ തന്നെയാണോ ഹെരോദോമിനെ അടിച്ചു കൊന്നതെന്ന് നമുക്കറിയത്തില്ല. We do not know if it is the same angel who helped Peter who came and killed King Herod. എന്നിരുന്നാലും സംഭവിക്കുന്നതെല്ലാം കണ്ട ശക്തനായ ഒരു ദൂതനായിരുന്നു അവിടെ വന്നത്. But there is one thing that we know, that this angel who came there, he knew about everything that happened and he has seen it. ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ പറയാം, അദൃശ്യ ലോകത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൂതന്മാർ നമുക്ക് മുമ്പിലുണ്ട്. And let me remind you that there is an invisible realm and there are angels who are present there to obey the commandments of God.
ദൈവവചനം പഠിക്കുമ്പോൾ പഴയ ആളുകളൊക്കെ പറയുന്നത് ഒരു ദൂതൻ ഒരു മനുഷ്യന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന്. And when you study the scripture, we see that one angel is always there with a person. ഓർത്തോണം, നമ്മൾ എവിടെ പാത്ത് നിന്ന് ചെയ്താലും ആരും കാണാതെ ചെയ്താലും ഒതുക്കനെ ചെയ്താലും കാണുന്ന ഒരു ദൂതൻ നമ്മുടെ കൂടെയുണ്ട്. And so now we can understand that whatever we do in secret, there is an angel who watches over us. ഹല്ലേലൂയ. Amen. സാത്താനുമുണ്ട്, ദൂതന്മാര്, ദൂത പ്രഭുക്കന്മാര്, ദുഷ്ടാത്മാക്കള് ഒക്കെ ഉണ്ട് സാത്താനും കൂടെ. And we know that there is Satan, there are angels, and there are heads of angels. ദൈവത്തിന് തൻ്റെ ആജ്ഞകൾ നിറവേറാൻ ചിലപ്പോൾ തിടുക്കത്തോടെ ദൂതന്മാർക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. And sometimes we know that we understand that the commandment of God has to be taken by angels, and they have to do it in a fast pace. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പെട്ടെന്ന്. And that is why it is written here that this happened അവൻ immediately. ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. And we see that because he did not give glory to the Lord, the angel of the Lord struck him immediately, and he was eaten by the worms and he died. ദൈവനാമം മഹത്വപ്പെടട്ടെ ദൈവമക്കളെ. May the name of the Lord be glorified, children of God. 24ാമത്തെ വാക്യം ഇങ്ങനെയാ കൺക്ലൂഡ് ചെയ്തത്. And that is when we see the conclusion in verses 24. ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. But the word of God grew and multiplied. ഹല്ലേലൂയ. Amen. Amen. 9-ാമത്തെ 22-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടു, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. And in 9 verses 22 we see that Saul increased all the more in strength. ആമേൻ. ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ And the meaning of that is തകർക്കാൻ നോക്കുന്തോറും തളരുന്നതല്ല ദൈവത്തിന്റെ സഭ. the church of the Lord will not be destroyed even if it is tried to be കർത്താവ് destroyed. പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷൻ ഉണ്ടല്ലോ, അത് നിവർത്തിപ്പാൻ ഈ കാലഘട്ടത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. And the group of people that the Lord has ordained, that is the church of God, are the people who has to fulfill the great commission of Jesus അതുകൊണ്ട് അത് Christ. ചെയ്തെടുപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. So may the Lord strengthen us to do that act. യേശുവിന്റെ നാമം ജയമെടുക്കട്ടെ. May the name of the Lord be glorified. സഭയെ തകർക്കാൻ വന്നവനെ വേം തകർത്തു കളഞ്ഞു. And we see that the man who came to destroy the church, the worm came to destroy it. The word of God ചർച്ചിനെ ബലപ്പെടുത്തി. But the word of the Lord strengthened the church of God. തെറ്റുപറ്റാത്തതായി നിന്നു. And they were able to stand without making mistakes. അചഞ്ചലമായി ചലിച്ചു പോകാതെ ക്ഷീണിച്ചു പോകാതെ സഭ നിന്നു. And the church was able to stand without shaking. അനേകരെ നേടുവാൻ ദൈവം സഭയെ ഉപയോഗിച്ചു. And then the church was used to earn കർത്താവിലേക്ക് souls. തിരിക്കുവാൻ ദൈവസഭയെ ഉപയോഗിച്ചു. And the church was used to bring souls to Christ. ജയത്തോടെ മഹത്വത്തോടെ സഭ മുന്നേറുകയാണ്. And then the church grew with victory. ഒറ്റ കാര്യം പറയുന്നു. There is one thing that I would like to remind. യേശുവിന്റെ ശിഷ്യന്മാരിൽ നമ്മുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, മത്തായി എത്യോപ്യയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. We see that Matthew was a disciple who became a martyr in Ethiopia. മർക്കോസ് അലക്സാണ്ട്രിയയിൽ വെച്ച് തെരുവിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയ ശേഷം കൊന്നുകളഞ്ഞു. And we see Mark also became a martyr in Alexandria. ലൂക്കിനെ ഗ്രീസിലെ ഒരു ഒലിവ് മരത്തിൽ തൂക്കി കൊന്നു എന്നാണ് പറയുന്നത്. And we see that Luke was hung on an olive tree. യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടിട്ട് പത്മോസിലേക്ക് നാട് കടത്തി. And we see that John, he was put into the boiling oil and he was taken to Patmos. പത്രോസിനെ റോമിൽ വെച്ച് തലകീഴായി ക്രൂശിച്ചു എന്ന് ചരിത്രം പറയുന്നു. And history teaches us that Paul was crucified upside down and he was also killed in Rome. Peter. Yeah. Peter. Amen. യാക്കോബിനെ ദേവാലയത്തിന്റെ കൊടുമുടിയിൽ വെച്ച് നിന്ന് തള്ളിയിട്ടു, അതിനുശേഷം തല്ലിക്കൊന്നു എന്നാണ് വചനം പറയുന്നത്. And James, ചരിത്രം പറഞ്ഞു. And James, and the history about James says that he was also he was put down from the peak of the temple and he also died. ബർത്തലോമായിയെ ജീവനോടെ തൊലിയുരിച്ചു എന്ന് ചരിത്രം പറയും. And the history teaches us that Bartholomew, he was also killed. അന്ത്രേ ജീവനോടെ തൊലിയുരിച്ചു. And they removed his skin while he was alive. Praise the Lord. അന്ത്രയോസിനെ കുരിശിൽ കെട്ടിയിട്ടു, താൻ അവിടെ കിടന്ന് മരിക്കുന്നത് വരെ തന്നെ പീഡിപ്പിച്ചവരോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. And Andreas, he was also tied to the cross, but he continued to preach the gospel even though he was tortured. മത്തിയാസിനെ ആദ്യം കല്ലെറിഞ്ഞു, പിന്നെ ശിരച്ഛേദം ചെയ്തു. And Matthias, he was first stoned and then he was beheaded. സലോനിക്കയിൽ വിജാതീയനായിരുന്ന ബർന്നബാസിനെ കല്ലെറിഞ്ഞു കൊന്നു. And we see about Barnabas, he was also stoned to death.
ദീർഘകാലം തടവിലായിരുന്ന പോളിനെ റോമിൽ ശിരച്ഛേദം ചെയ്തു. And we see about Paul, he was imprisoned for so many years and there he was also killed. എന്നിരുന്നാലും Even though all these things happened, സഭയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. nothing happened to the church of God. Amen. സഭ ദൈവത്തിന്റെയാ. Because the church of God belongs to him. ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ ദൈവമക്കൾ. Because we are redeemed by the blood of Christ. ഒരു വേം മതി ഹെരോദാവിനെ കൊല്ലാൻ. There is only the need of a worm to kill King Herod. പക്ഷേ സഭയെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല. But no man can kill the church of God. സഭ ദൈവത്തിന്റേതാ. Because the church belongs to കരങ്ങളടിച്ച് God. കർത്താവിന് ഒരു മഹത്വം കൊടുത്തേ. Let's clap our hands and give glory to the Lord. പ്രിയാജി ബ്രദർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം ഒരു കാര്യം ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. Let me remind you one thing, children of God. നമ്മൾ ഓരോരുത്തരും സഭയുടെ പാട്ടാണ്. We are all a part of the church of God. ഇത് നമ്മുടെ കാലഘട്ടമാണ്. And this is our time. ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കൂ. We have to stand for God. ദൈവവചനം ശക്തിയോടെ പരക്കണം. The word of God should spread. അത് ഈ ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്നു. And that is the mission of the church of God. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Let us be ready for it. May God bless us.